അങ്ങനെ ദുബായിൽ വിൻ്റർ ബ്രേക്കാണ്, വെക്കേഷൻ ടൈം തുടങ്ങി. ഈ സ്കൂൾസൊക്കെ ജാനുവരി 6 റീഓപ്പൺ ചെയ്യുള്ളൂ. നമ്മൾ ഒക്ടോബറിൽ ജസ്റ്റ് നാട്ടിൽ പോയി വന്നതുകൊണ്ട് തന്നെ ഡിസംബറിൽ നാട്ടിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ കാരിഫോറിൽ ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ജിഞ്ചർ ബ്രെഡ് ഹൗസ് കിറ്റ് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അതിർത്ത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും ഓർത്തു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ക്രിസ്മസ് തീമിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന്. അങ്ങനെ ഈ കിറ്റിന് എനിക്ക് തോന്നുന്നു അറൗണ്ട് 49 to 50 ദിർഹംസ് ആണ് ആയത്. ഈ കിറ്റിൻ്റെ അകത്ത് തന്നെ പ്രീമെയ്ഡ് ബിസ്ക്കറ്റ്സും വേണ്ട ഐസിങ് ഷുഗറും ഡെക്കറേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അത് അസംബിൾ ചെയ്യേണ്ടതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള. നമ്മൾ ഡിസൈൻസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അസംബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ കേക്ക് വർക്ക്, ഹെന അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻസൊക്കെ വരയ്ക്കാൻ പറ്റും. എനിക്ക് അറിയുന്ന പോലെ കുറച്ച് സിമ്പിൾ ഡിസൈൻസൊക്കെ വരച്ച് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെച്ചു. ഒരു 15-20 മിനിറ്റ്സൊക്കെ മതി, അതിനുള്ളിൽ സെറ്റാവും. പിന്നെ അസംബിൾ ചെയ്യാൻ നേരത്തെ ഇത്തിരി ബുദ്ധിമുട്ടി, അത് വീണ്ടും വീണ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വിഷ്ണുവും അദ്രുത്തും ഒക്കെ പിടിച്ചിട്ടാണ് കുറച്ച് നേരം ഹോൾഡ് ചെയ്തപ്പോൾ അത് സെറ്റായി. ഒരു 1 സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് വീഴില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഫൈനലി ഇത് റെഡിയാക്കി എടുത്തു. അങ്ങനെ ജിഞ്ചർ ബ്രെഡ് ഹൗസ് റെഡിയായി. നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ഇതാണ്. കുറച്ച് വീണതുകൊണ്ട് കുറച്ച് ഡിഫോമിറ്റീസൊക്കെ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിന് കുഴപ്പമില്ലായിരുന്നു. കിഡ്സ് എന്തായാലും എൻജോയ് ചെയ്യും. അതിർത്ത് നന്നായി എൻജോയ് ചെയ്തു. ഇത് അവർക്കൊരു സംതിങ് ന്യൂ ആണ്, ക്രിയേറ്റീവ് ആണ്. അവരെല്ലാം ക്യൂരിയസ് ആയിരിക്കും നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ അത് ഷെയർ ചെയ്യുന്നതാണ്. കുറച്ച് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കീപ് സപ്പോർട്ടിങ് വാട്ട്സ് കുക്കിംഗ്.